ഭാഗം 32. ഗായത്രിക്ക് ബോധം വരുമ്പോൾ ഭഗവതി മഠത്തിലായിരുന്നു അവൾ. കഴിഞ്ഞ ദിവസം അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ ഓർത്തു. ശരീരത്തിൽ ഇപ്പോഴും അസഹനീയമായ വേദനയുണ്ട്. അതൊന്നും തന്നെ അവൾ ശ്രദ്ധിക്കാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനലരികിൽ പോയി നിന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു ഡോറ് തുറന്ന് ലക്ഷ്മി അകത്തേക്ക് വന്നത്. മോളെ, ലക്ഷ്മി അവളുടെ തോളിൽ തട്ടി വിളിച്ചു. എന്താ അമ്മേ? മോളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അമ്മയ്ക്കറിയില്ല. കാരണം ഒരു പെണ്ണിന്റെ ലൈഫിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നിന്റെ ലൈഫിൽ സംഭവിച്ചത്. ഗായത്രി അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും തന്നെ അവൾ മറുപടി കൊടുത്തില്ലായിരുന്നു. മോളെന്താ ഒന്നും മിണ്ടാത്തെ? ഗായത്രി തിരിച്ചു നിർത്തിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു. എന്താ ഞാൻ പറയേണ്ടതമ്മേ? മോളുടെ ലൈഫിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. നടന്നത് എങ്ങനെയാണ് ഇല്ലാതാകുന്നതമ്മേ? അവൻ സ്വഭാവത്തിലല്ലായിരുന്നു. നടന്ന ഒരു കാര്യം പോലും അവൻ ഇപ്പോഴും ഓർമ്മയില്ല. ഇതിന് ഞാനും കുറ്റക്കാരിയാണ്. ആ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലായിരുന്നു. എന്നെ ആരും ഇവിടെ കുറ്റം പറയില്ല. മറിച്ച് ഞങ്ങളുടെ എല്ലാ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. അമ്മ പ്ലീസ്, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. എന്നാൽ ലക്ഷ്മി പോകാൻ കൂട്ടാക്കിയില്ല. അവരുടെ മുഖത്തെ ഭാവമാറ്റം ഗായത്രിക്ക് മനസ്സിലായിരുന്നു. അമ്മ പേടിക്കണ്ട, തെറ്റായ ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. ധൈര്യമായിട്ട് പോയിക്കോ. പിന്നീട് അവർ ഒന്നും മിണ്ടാതെ ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ആരെയാണോ താൻ അമിതമായി സ്നേഹിച്ചത് അയാൾ തന്നെ തനിക്ക് താങ്ങാൻ കഴിയാത്ത മുറിവ് തന്റെ ശരീരത്തിൽ ഉണ്ടാക്കി എന്നൊരു നിമിഷം അവൾ ആലോചിച്ചു. അവനോട് വെറുപ്പാണോ സഹതാപമാണോ എന്നൊന്നും അവൾക്ക് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ രാജീവും പ്രകാശും നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. ശിവയ്ക്ക് ഒരു ജോലിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ശിവയുടെയും ഗായത്രിയുടെയും കല്യാണം നടത്താമെന്നായിരുന്നു അവരുടെ തീരുമാനം. രാജീവൻ തന്റെ മകൾക്ക് പറ്റിയ ആക്സിഡന്റുമായി പൊരുത്തപ്പെട്ടു. കാരണം അയാൾക്ക് എല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ തന്റെ മോളുടെ ലൈഫിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് ശിവയാണെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. ഒരിക്കൽ പോലും രാജീവ് പ്രകാശിനെ കുറ്റം പറഞ്ഞിരുന്നില്ല. +2 ലൈഫ് കഴിഞ്ഞപ്പോൾ തന്നെ സത്യയും ശ്രുതിയും മറ്റും അവരുടെ വീടുകളിൽ തന്നെയായി താമസവും. ഗായത്രിയുടെ +2 റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ഓടുകൂടി തന്നെ അവൾ പാസ്സായിരുന്നു. എന്നാൽ തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിച്ചിരുന്നില്ല. കാരണം ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കാനുള്ള പേടി, സമൂഹം തന്നെ ഏത് കണ്ണിൽ നോക്കുമെന്നുള്ള ഭയം അവളെ അലട്ടിക്കൊണ്ടേയിരുന്നു. വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ. ഗായത്രി പുറത്തൊന്നും പോകാതെ തന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ശിവയ്ക്ക് ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന കാര്യം ഓർമ്മയുണ്ടെങ്കിലും അന്ന് സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നല്ലോ അവൻ. ബോധം വീഴുമ്പോൾ അവൻ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അവൻ അവിടെ തന്നെ തുടർന്നു. എന്നാൽ ഒരു ദിവസം ലക്ഷ്മി ഗായത്രിയെ വിളിച്ച് വീടിന് ചുറ്റും നടന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ഗായത്രി ബാൽക്കണിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ഗായത്രിയാണ് അവർ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ ഫാമിലി ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ കാര്യമായി തന്നെ ഗായത്രിയോട് എന്തൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. പുറത്തേക്ക് വന്ന ഡോക്ടർ രാജീവിനോട് ലക്ഷ്മിയോടുമായി പറഞ്ഞു. ഒരുപാട് വൈകി പോയിരിക്കുന്നു. ഡോക്ടർ എന്താണ് പറയുന്നത്? ഗായത്രി 3 മാസം പ്രഗ്നന്റ് ആണ്. ഡോക്ടർ, ഇത് അവൾക്ക്? യെസ്, ആ കുട്ടിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ വയറ്റിൽ വളരുന്ന ഭ്രൂണത്തെ അബോർഷൻ ചെയ്യാൻ എന്നല്ലേ നിങ്ങളും പറയൂ. അതൊക്കെ പേടിച്ചുകൊണ്ടാണ് ആ കുട്ടി ഒന്നും പറയാതിരുന്നത് ഇത്രയും നാളും. ലക്ഷ്മി ഡോക്ടറോടൊന്നും പറയാതെ ഗായത്രിയുടെ റൂമിലേക്ക് പോയി. മോളെ, ഇതെന്തിനാണ് ഞങ്ങളിൽ നിന്ന് നീ മറച്ചു വെച്ചത്? ഞാൻ മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനെ വളരാൻ സമ്മതിക്കുമായിരുന്നു. മോളെ, അത് പിന്നെ എനിക്കറിയാമേ സമ്മതിക്കില്ലായിരുന്നു എന്ന്. അച്ഛൻ ഉൾപ്പെടെ അമ്മ പോലും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വളരാൻ സമ്മതിക്കില്ല. സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റ് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. ഗായത്രി പറയാൻ വന്നത് പറയാതെ നിർത്തി. മോളെ, കല്യാണം പോലും നിന്റെ കഴിഞ്ഞിട്ടില്ല. മോൾ എന്താ അത് മനസ്സിലാക്കാത്തത്? കല്യാണം കഴിക്കാതെയാണല്ലോ അമ്മേ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും നടന്നത്. ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു ജീവന്റെ ആയുസ്സും എടുക്കാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുഞ്ഞിനെ വളർത്തണം, എൻ്റെ കുഞ്ഞായിട്ട്. നീ പറഞ്ഞത് ശരി തന്നെയാണ്. നമുക്ക് ആരുടെ ആയുസ് എടുക്കാനുള്ള അവകാശമില്ല. പക്ഷേ കല്യാണം കഴിക്കാതെ. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് രാജീവ് വരുന്നത്. ഇനിയൊന്നും പറയണ്ട, പെട്ടെന്ന് തന്നെ മുഹൂർത്തം നോക്കി നിന്റെയും ദാസിന്റെയും കല്യാണം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ പ്രകാശിനോട് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചിട്ടാണ് വരുന്നത്. അച്ഛാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മോളെ? അയാളുമായി എൻ്റെ വിവാഹം നടത്താനാണ് തീരുമാനമെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. അവനല്ലാതെ പിന്നെ നിന്റെ കഴുത്തിൽ ആര് താലി കെട്ടാൻ? അവൻ നിന്റെ ലൈഫിൽ ചെറിയ നഷ്ടമൊന്നും അല്ല വരുത്തി വച്ചിരിക്കുന്നത്.
നിന്നെ കളങ്കപ്പെടുത്തിയത് അവനാണെങ്കിൽ അവൻ തന്നെ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ എൻ്റെ ജീവൻ ഒടുക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ പറയാൻ മടിക്കരുത്. ഞാൻ എവിടേക്കെങ്കിലും പൊയ്ക്കോളാം. ഗായത്രി, നിർത്ത്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാനാണോ നിന്റെ തീരുമാനം? എന്റെ ലൈഫിൽ ശിവയ്ക്കെന്നല്ല മറ്റൊരു പുരുഷനും ഇനി സ്ഥാനമുണ്ടാകില്ല. അത്രയും പറഞ്ഞ ഒരു ഉറച്ച തീരുമാനം എന്ന പോലെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രാജീവേട്ട, ഇനി നമ്മൾ എന്തു ചെയ്യും? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ കുഞ്ഞിന് ജീവനോടെ ഇരിക്കുന്നത് നിന്റെ പ്രാർത്ഥനയുടെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ്. അതെ, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോള് തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്കിഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം നടത്തരുത്. എല്ലാം അറിയുന്ന ദൈവം ഇതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഇനി അവളോട് കല്യാണത്തെപ്പറ്റി ചോദിക്കരുത്. താൻ പറഞ്ഞത് തന്നെ നടക്കട്ടെ. അവളുടെ ഇഷ്ടമില്ലാതെ ഒന്നും വേണ്ട. അങ്ങനെ നീണ്ട 6 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ ശിവയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും തന്നെ അവനോട് ആരും പറഞ്ഞിരുന്നില്ല. അത് മനഃപൂർവ്വമായിരുന്നു. സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുമോ എന്നുള്ള ഭയം പ്രകാശിനിലും ലക്ഷ്മിയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 വീട്ടുകാരും ഒരുപോലെ തന്നെ സത്യങ്ങൾ മറയ്ക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ശിവ ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിന്റെ 1 വർഷ കോഴ്സിൽ ജോയിൻ ചെയ്ത് നാട്ടിൽ തന്നെ ഉണ്ട്. ഇതിനിടയ്ക്ക് തന്നെ രാജീവ് പ്രകാശിനെ കണ്ട് ഗായത്രി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യവും അറിയിച്ചിരുന്നു. അയാളും അന്നൊരു വാക്ക് രാജീവിന് കൊടുത്തിരുന്നു, ഞങ്ങൾക്ക് മരുമകളായി ഗായത്രിയെ തന്നെ വരുത്തുള്ളൂ എന്ന്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഗായത്രി പാറുവിന് ജന്മം നൽകി. അങ്ങനെ പാറുവിന് 6 മാസം പ്രായമുള്ള സമയത്തായിരുന്നു ഗായത്രി സ്റ്റെയറിൽ നിന്ന് ഉരുണ്ടു വീഴുന്നത്. വീഴ്ചയിൽ തല പൊട്ടി ബ്ലഡ് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ഗായത്രി ഹോസ്പിറ്റലിൽ എത്തുകയും ചികിത്സ തുടങ്ങുകയും ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം. രാജീവ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കണം. എന്താടോ എൻ്റെ മോൾക്ക്? ടെൻഷൻ അടിക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല. താൻ ടെൻഷനാക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. ഞാൻ ഗായത്രിയോട് സംസാരിച്ചിരുന്നു. പക്ഷേ 1 വർഷത്തെ ഒരു കാര്യവും ഗായത്രിക്ക് ഓർമ്മയില്ല. ഇനി എന്താ ഒരു സൊല്യൂഷൻ ഇതിന്? എടോ, ഞാൻ നിങ്ങളുടെ ഫാമിലി ഡോക്ടറാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇപ്പോൾ തന്നോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ കുടുംബത്തിനും എന്തുകൊണ്ടും നല്ല കാര്യമാണ്. താൻ കാര്യം പറ. എന്താ? ഗായത്രിയുടെ 1.5 വർഷത്തെ ഓർമ്മകളാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ താൻ പറഞ്ഞു വരുന്നത്? താൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഗായത്രിയുടെ നല്ല ഭാവിക്ക് വേണ്ടി അവളുടെ കുഞ്ഞ പാറു എന്നുള്ള കാര്യം മറക്കുന്നതാണ് നല്ലത്. ഒരുപക്ഷെ ഇനി അവൾക്ക് ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടിയാൽ അതിന് സാധ്യതകളുണ്ട്. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ ഡോക്ടറായിട്ട് പഠിക്കട്ടെ. 1 വർഷത്തെ കാര്യം ഓർമ്മ വന്നാൽ അന്ന് അവളോട് നടന്നതെല്ലാം പറയണം. ഒന്നുമില്ലെങ്കിലും അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. അന്ന് നിങ്ങളെ അവൾക്ക് മനസ്സിലാകും. അങ്ങനെ രാജീവ് പ്രകാശിനോട് ശോഭനയോട് നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴും അവർക്കതിന് സമ്മതമല്ലായിരുന്നു. അങ്ങനെ വാക്കു തർക്കങ്ങളുണ്ടായി. ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കാത്തവർ തമ്മിൽ അന്ന് ആദ്യമായി ഗായത്രിയുടെയും കുഞ്ഞിന്റെയും പേരിൽ വഴക്കുണ്ടായി. താൻ എന്താണ് എൻ്റെ മോൾ എപ്പോഴും ഒരു റൂമിൽ അടഞ്ഞു കിടക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? അതല്ല ഞാൻ പറയുന്നത്. ഒരു നാൾ അവൾ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് വലിയ തെറ്റായിരിക്കില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അവളുടെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞായി ഞാൻ വളർത്തും. അവളുടെ അനിയത്തിയായിട്ട്. 1.5 വർഷത്തെ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ ഇപ്പോൾ ഇല്ല. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അവളുടെ ഓർമ്മകളിൽ ഇനി ഉണ്ടാകുന്നത് പോലും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ തന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഓർത്തിട്ടാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത്. ഇനി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അവിടെ വെച്ച് 2 വീട്ടുകാരും പിരിയുകയായിരുന്നു. പ്രകാശന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് സത്യം. സ്വന്തം കൊച്ചുമോള് തങ്ങളെ മാമയെന്നും അപ്പച്ചയെന്നും വിളിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ അതിനെ എതിർത്ത് സംസാരിച്ചതും. ഗായത്രിയെ രാജീവും ലക്ഷ്മിയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. പാറു തന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. ഇതിനിടയ്ക്ക് പ്രകാശിനോടും ശോഭനയോടും തങ്ങൾ ഇപ്പോൾ പഴയതുപോലുള്ള ബന്ധം ഇപ്പോൾ ഇല്ല എന്ന് ഗായത്രിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ഗായത്രി നീറ്റ് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വരികയും നല്ലൊരു കോളേജ് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതിനിടയ്ക്ക് പലപ്പോഴായി അവൾ ശിവയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവൻ നാട്ടിലില്ല എന്ന് മാത്രമാണ് അവൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത്. ഗായത്രിയുടെയും ശിവയുടെയും ലൈഫ് നശിപ്പിച്ച ആ റൂമിലേക്ക് അവൾ തന്റെ കൈകൾ കൊണ്ടുപോയതും, മോളെ ആ റൂം തുറക്കരുത്. എന്താ അപ്പച്ചി ഈ റൂം മാത്രം തുറക്കരുതെന്ന് പറയുന്നത്? അതിലൊന്നുമില്ല, മോളിങ്ങ് പോരെ. ഗായത്രി മനസ്സില്ലാ മനസ്സോടെ ശോഭനയുടെ അടുത്തേക്ക് പോയി.
പാറു എന്ത് ചെയ്യപ്പച്ചി? മോൻ്റെ കൂടെ കാണും. തുടരും. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ.